രാവിലെ തന്നെ പണികളൊക്കെ തീർത്തിട്ട് ഒന്ന് വിശ്രമിക്കാന്ന് കരുതിയിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു ഫോൺ കോള്. അതായത് ഇന്ന് ഞങ്ങൾ കുറച്ച് പേര് അങ്ങോട്ടേക്ക് വിരുന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായി, നിങ്ങളാണ് ആ സ്ഥാനത്തെങ്കിലും ടെൻഷനായി അല്ലേ? ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങണോ, ഉണ്ടാക്കിയാൽ ശരിയാവോ, ഇങ്ങനെ ആകെ ടെൻഷനായിരിക്കും. എന്നാൽ അങ്ങനെ ഒരു സമയത്തേക്ക് ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആട്ടോ ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ദം ബിരിയാണി. ഉള്ളിയും തക്കാളിയും ഒന്ന് വഴറ്റി സമയം കളയാതെ പെട്ടെന്ന് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ 4 കിലോ ബിരിയാണിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 കിലോ ഉള്ളിയും അതുപോലെ 500 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഞാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ മല്ലിയില, പുതിന, കറിവേപ്പില ഇതൊക്കെ അവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അത് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് എന്നും വേണ്ട, വാട്ടാതെ എളുപ്പത്തിൽ എങ്ങനെ മസാല തയ്യാറാക്കാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മൾ വലിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ കൂടുതൽ വെക്കുന്ന കൊണ്ടാണ് വലിയ കുക്കർ എടുത്തത്. നിങ്ങൾ 1 കിലോ ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ ചെറിയ കുക്കർ തന്നെ എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് അവിടെ മാറ്റി വെക്കണേ. അത് നമുക്ക് വേറെ ആവശ്യമുണ്ട്. നമുക്ക് റൈസിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. റൈസിൽ ഈ ചതച്ചതിട്ടാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലേക്ക് ചതച്ചതും എല്ലാം ഇട്ടിട്ട് അതിനുശേഷം പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല, ഗരം മസാല, ഇത്രയും പൊടികളാട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൊടിയും അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മസാല റെഡി ആക്കുന്ന സമയത്ത് ബാക്കി പൊടികൾ പോരായുള്ളതൊക്കെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതവിടെ വിസിലടിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പറയാൻ വിട്ടുപോയി, ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരൊറ്റ വിസിലടിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഉള്ളി അതിലേക്ക് ഇടുന്ന സമയത്ത് കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വേറെ ആവശ്യമുണ്ട് കേട്ടോ നമുക്ക് മസാല തയ്യാറാക്കുമ്പോൾ. അങ്ങനെ പിന്നെ നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പൊരിച്ചെടുക്കാനുള്ളത് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടാട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് മൈദ, അതുപോലെ തന്നെ കോൺഫ്ലവർ പൊടി, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതാവുമ്പോൾ നല്ല കളർ കിട്ടും, അധികം എരിവും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും സുർക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പൊടികളൊക്കെ കുറച്ചധികം ഇട്ടിട്ടുണ്ട്. നമ്മൾ എത്രയാണോ ചിക്കനൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ 4 കിലോ റൈസിലേക്ക് 3 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ചിക്കന് നല്ലപോലെ മസാല പരത്തിയിട്ടുണ്ട്. ഇത് ഈ കോൺഫ്ലവറും മൈദയും സുർക്കയൊക്കെ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചിക്കൻ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസിയും ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെയാകുമ്പോൾ പിന്നെ മസാലയിൽ ഇടുന്ന സമയത്ത് അങ്ങനെ പൊടിഞ്ഞും പോവില്ല. അതിനു വേണ്ടിയിട്ടും കൂടിയാണ്. അതവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമുക്ക് വേറൊരു വലിയ ചട്ടി അടുപ്പിൽ വെച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ചധികം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ സവോള ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മസാലയിലേക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ 1/3 ഭാഗം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു ഭാഗം നമ്മൾ വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ. നമുക്ക് ദമ്മിടുന്ന സമയത്തേക്കും കുറച്ച് വേണം. ബാക്കിയുള്ളത് നമ്മൾ മസാലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാട്ടോ. ഇങ്ങനെ ഉള്ളി ഫ്രൈ ആക്കിയിട്ടാൽ മസാലക്ക് ഡബിൾ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പൊ ഏകദേശം ഈ ഒരു പരുവം കണ്ടില്ല, നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ ഇങ്ങനെ ക്രിസ്പി ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇക്ക ആണ് ഉണ്ടാക്കുന്ന ആൾ കേട്ടോ, മെയിൻ ഷെഫ് ഇക്കയാണ്. നമുക്ക് ചെറിയ കേറ്ററിങ്ങും കാര്യമൊക്കെ ഉണ്ട് വീട്ടിൽ തന്നെ. അപ്പൊ എന്നും ഇടയ്ക്കൊക്കെ ഇതുപോലെ നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കും. അതിന്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പൊ അതിലേക്ക് കുറെ കറിവേപ്പില കാര്യങ്ങളൊക്കെ ഈരിയിട്ടിട്ട് നമ്മൾ ഉള്ളി ഏകദേശം പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചു കോരിയിട്ടുണ്ട്. അത് അവിടെ വേറെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്.
അപ്പൊ നമ്മൾ നേരത്തെ പരട്ടി വെച്ചിരിക്കുന്ന മസാല നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചിക്കന് മസാല അതിൽ നിന്ന് ഇളകി പോയി ഒന്നും ചെയ്യൂല. ചിലരൊക്കെ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് കംപ്ലൈന്റ് പറയാറുണ്ട്, നമ്മൾ പുരട്ടുന്ന മസാല അതിൽ നിന്ന് ഇളകിപ്പോവും, ഒക്കെ എണ്ണയിലേക്ക് ഇളകിപ്പോകുന്നു. പക്ഷെ ഇങ്ങനെ പൊരിച്ചാൽ ഒന്നും ഉണ്ടാവില്ല, അതേപടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഒരു ഭാഗത്ത് പൊരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇക്ക അടുപ്പിൽ തീ മൂട്ടിയിട്ടുണ്ട്. ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം വെക്കുന്ന സമയത്തൊക്കെ പുറത്ത് ഇതുപോലെ അടുപ്പ് മൂട്ടിയിട്ടാട്ടോ വെക്കാറ്. അപ്പൊ നമ്മള് വലിയ വട്ടച്ചെമ്പ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇക്ക വെള്ളം അളന്നൊഴിക്കുക കേട്ടോ. ഇക്കാണ് കേട്ടോ മെയിൻ ഷെഫ്, ഞാൻ ഹെൽപ്പായിട്ട് പുറകെ കൂടുന്നതാണ്. നമ്മൾ വെള്ളം എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ എടുക്കുന്ന അരിന്റെ ഒരു കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം എന്നുള്ള തോതിലാട്ടോ വെള്ളം ഒഴിക്കുക. അളവ് പാത്രത്തിൽ 1 കപ്പിന് 1.5 കപ്പ്. അപ്പൊ ഇപ്പൊ അതിലേക്ക് എന്തൊക്കെ ഇടുന്നതെന്ന് വെച്ചാല്, ഈ സ്പൈസസുകളെല്ലാം, അതായത് പട്ട, ഗ്രാമ്പു, ഏലം, വലിയ ജീരകം, ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ കുറച്ച് പച്ചമുളകും നേരത്തെ നമ്മൾ ചതച്ചപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ടാലുണ്ടല്ലോ ചോറിന് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മൾ തട്ടിക്കൂട്ടി വെപ്പല്ല, നമ്മൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ കേട്ടോ വെച്ചു കൊടുക്കാറ്. അപ്പൊ ഞാൻ അന്തരീക്ഷം ആകെ ഒരു തണുത്തൊരു കാലാവസ്ഥ കേട്ടോ. ആ മഴന്റെ തുടക്കത്തിൽ എടുത്ത വീഡിയോ ആണ് ഇത്. ഇപ്പൊ വൈകുന്നേരം ആയപ്പം ആകെ ഒരു തണുപ്പും കാറ്റും ഒക്കെ വന്നപ്പോ ഞാൻ എടുത്തതാട്ടോ ജസ്റ്റ്. അങ്ങനെ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെമ്പട്ടി അവിടെ മൂടി വെക്കാം. എന്നിട്ട് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് ആ അരി ഇവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അരി കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, കുറച്ചധികം കൂടുതൽ വെള്ളത്തിൽ ഒരു 3 പ്രാവശ്യം നന്നായിട്ട് അരി കഴുകിയിട്ട് വേണം നമുക്ക് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു അരമണിക്കൂർ സമയം ഞങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷമാണ് കേട്ടോ ഊറ്റിയെടുക്കാറ്. എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ ഈ നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ ആ അരിന്റെ പശ പോയില്ലെങ്കിൽ ചോറ് ഒട്ടിപ്പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് കൂടുതൽ വെള്ളത്തിൽ കഴുകാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇത് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മളങ്ങനെ ചെയ്തു തുടങ്ങിയപ്പാട്ടോ മനസ്സിലായത്. നല്ല ചോറായി കിട്ടും അങ്ങനെ ആക്കുമ്പോൾ. അങ്ങനെ അതിന് ശേഷം നമ്മൾ അരിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. പിന്നെ നമ്മൾ അതിന്റെ അടുത്തുനിന്ന് വിട്ടു പോകാനേ പാടില്ല. നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നിക്കാട്ടോ. ഞാനിതിങ്ങനെ പറയുന്നപ്പോ നിങ്ങൾക്ക് ഇത് വലിയൊരു പണിയായിട്ട് തോന്നും, എന്നാൽ ഒരു പണിയില്ല കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് എന്താ പറയാ, പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വെപ്പ്. എന്താന്ന് വെച്ചാൽ മസാല നമ്മൾ വാട്ടാനും ഇളക്കാനും ഒന്നും നിന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചോറ് വന്ന് ഏകദേശം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ വേവ് അറിയാൻ വേണ്ടിയിട്ട് ഒരു അരി എടുത്ത് നമ്മളൊന്ന് കടിച്ചു നോക്കുക. അപ്പോൾ ആ ചോറിന്റെ ഒരു പച്ച കടി, അരിന്റെ ആ കടി ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ വേവാനായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ വേഗം കുറച്ച് ആർക്കേജോ അല്ലെങ്കിൽ പശു നെയ്യോ കൂടെ അതിന്റെ മുകളിലേക്ക് ഇടും കേട്ടോ. അതിന്റെ ഇടയിൽ ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ 1 കിലോഗ്രാം അരിക്ക് 200 ഓയിൽ എന്ന തോതിലാണ് ഒഴിച്ചത്. അപ്പൊ 800 ഗ്രാം ഓയിൽ നമ്മൾ അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിലേക്ക്. ഓയിൽ ആദ്യം ഒഴിച്ചിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ ഇട്ട് വാട്ടി എടുത്തിട്ട് വെള്ളം ഒഴിച്ചാലും മതി. പക്ഷെ നമ്മള് എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ചോറ് അവിടെ ഇറക്കി നമ്മൾ മുകളിൽ കണലൊക്കെ ഇട്ടിട്ട് ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഒന്ന് സെറ്റാക്കി എടുക്കാനേ ഉള്ളൂ. ചിക്കനും പൊരിച്ച് വെച്ചിട്ടുണ്ട്, ഉള്ളി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുക്കറിൽ ആദ്യം വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മസാല ഒരു ചെമ്പട്ടിയിലേക്ക് മാറ്റിയിട്ട് പൊടിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിൽ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അതിന്റെ പുറമെ നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിലും, ആ പൊരിച്ച ഓയിലില്ലേ, നമ്മൾ ചിക്കൻ പൊരിച്ചത് സൺഫ്ലവർ ഓയിലിലായിരുന്നു. അപ്പൊ ആ ഓയിലും കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കനും അതുപോലെ കുറച്ച് നാരങ്ങാനീരും തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ അതൊക്കെ ഇട്ട് റെഡിയാക്കണം. അപ്പൊ നമ്മൾ പൊടികളൊക്കെ നേരത്തെ ചേർത്തത് കൊണ്ട് തന്നെ വല്ലാതെ പിന്നെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പൊ നമ്മളെ ബിരിയാണി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ച് എടുത്തിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ആ ചോറല്ലേ നമ്മൾ നേരത്തെ കണലിട്ട് മൂടി വെച്ച ചോറ് ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ദം ചെയ്തെടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ല
എളുപ്പത്തിലുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ 4 കിലോ ആണ്, നിങ്ങൾക്കിനി 1 കിലോ 2 കിലോ ആണെങ്കിലും ഇതിൽ ഈസി ആയിട്ട് പറ്റും കേട്ടോ. നമുക്ക് കുക്കറിൽ തന്നെ വെച്ചെടുക്കാം. ഇത് പിന്നെ കുറച്ച് അധികം ഉള്ളത് കൊണ്ടാട്ടോ നമ്മൾ ഈ ചെമ്പട്ടി എടുത്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. എന്റെ പുതിയ ചാനലിലെ പുതിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ വലിയൊരു സെലിബ്രിറ്റിയും കാര്യമൊന്നും അല്ല, ഒരു പാവ യൂട്യൂബർ. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട്